നമസ്കാരം. ഇ.ടി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഖിൽ ഗോപാലകൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഇതിനു മുന്നും വീഡിയോസ് ചെയ്തിരുന്നു. എന്നാലും മ്യൂച്വൽ ഫണ്ട് ഒരു സ്മോൾ ടോപ്പിക്കായിട്ട് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉള്ളൊരു വിശ്വാസം വെച്ചാൽ എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു കാര്യത്തിലാണ് മ്യൂച്വൽ ഫണ്ട് കാണാറ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ സമീപിക്കുമ്പോൾ പലവരുടെയും ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ എല്ലാ ഫണ്ടിലും ബാധകമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയും എല്ലാവർക്കും ഉണ്ട്. ശരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വെഹിക്കിൾ മാത്രമാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. ഇതിൽ നമുക്ക് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടൈപ്പിന് നമുക്ക് വേണമെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുന്നത് ഇന്ത്യയിലത്തെ പ്രമുഖ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിലായിരിക്കും ഇത്തരം ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത്. ഈവൻ ഇക്വിറ്റി ഫണ്ടുകളിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫണ്ടുകളുണ്ട്. ഇപ്പോൾ വലിയ കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകളുണ്ട്, മീഡിയം സൈസ് കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകളുണ്ട്, ഇനി അതല്ല ചെറിയ കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകളുണ്ട്. അങ്ങനെ ഒത്തിരി ഇക്വിറ്റി ഫണ്ടുകളും കാര്യങ്ങൾ നമുക്കുണ്ട്. അത് വരും വീഡിയോയിൽ നമുക്ക് ഇക്വിറ്റി ഫണ്ട് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഇതാണ് ഇക്വിറ്റി ഫണ്ടുകളിൽ നമുക്ക് ജനറലായിട്ട് മനസ്സിലാക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് ഇത്തരം ഇക്വിറ്റി ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ നമുക്ക് പറയാവുന്ന കാര്യം വെച്ചാൽ ഡെറ്റ് ഫണ്ടുകൾ, കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ നിന്ന് ഒന്നില്ലെങ്കിൽ കമ്പനികൾ, കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കടം എടുക്കുന്നതാണ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കടം എടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് കടം വാങ്ങണേക്കാളും മുന്നേ പറഞ്ഞിട്ടുണ്ടാവും എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊല്ലം തരാൻ പോകുന്നതെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ഇൻകം ഫണ്ടാണ്. നമുക്കെപ്പോഴും എത്ര രൂപ കിട്ടുന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. കയറ്റവും ഇറക്കം ഉണ്ടാവും, എന്നിരുന്നാലും ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. നമുക്ക് നാട്ടിൽ തന്നെ ഒത്തിരി കടപ്പത്രങ്ങൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഗോൾഡ് ഫിനാൻസ് കമ്പനികളൊക്കെ നമ്മളിവിടെ ഇറക്കാറുണ്ട്. അതിലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ FDയിൽ കിട്ടണേക്കാളും കുറച്ചും കൂടി അധികം റേറ്റ് അതിൽ കിട്ടുന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒരു ഡെറ്റ് ഫണ്ടിലും ഒരു ഡെറ്റ് പേപ്പറിൽ മാത്രം നിക്ഷേപിക്കുമ്പോൾ നമുക്കുള്ള റിസ്ക് എന്ന് വെച്ചാൽ ആ കമ്പനി എങ്ങാനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ആ പറയുന്ന ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് തരാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ മൊത്തം പൈസ ബ്ലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നിക്ഷേപിക്കുമ്പോൾ ഒരു എക്സ്പെർട്ടായുള്ള ഫണ്ട് മാനേജർ ആ കമ്പനിയെ പറ്റി പഠിച്ചിട്ടാണ് നിക്ഷേപിക്കുന്നത്. ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഒരു ഫണ്ടിൽ തന്നെ ഒരു 50ഓളം അല്ലെങ്കിൽ 100ഓളം ഡിഫറെൻറ്റ് കമ്പനികളുടെ ഡെറ്റ് പേപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു പേപ്പർ ഡിഫോൾട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ പൈസ ക്യാപിറ്റൽ പോകുന്നൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇക്വിറ്റി ഫണ്ടിൽ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനെ ബാധിക്കുമെങ്കിൽ ഡെറ്റ് ഫണ്ടിൽ ആ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ ബാധിക്കില്ല. നമുക്ക് കൃത്യമായിട്ട് ഇൻകം തരാനായിട്ട് നമ്മൾ നിക്ഷേപിക്കുന്ന പേപ്പറുകൾക്ക് ബാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് എപ്പോഴും ഒരു FDനായിട്ട് കമ്പാരിസൺ കിട്ടുന്ന, അല്ലെങ്കിൽ FDനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിലുള്ള റിട്ടേൺ നമുക്ക് കിട്ടും. ഈവൻ ഡെറ്റ് ഫണ്ടിൽ തന്നെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെറ്റ് ഫണ്ട് ഉണ്ട്. ഏകദേശം 16ഓളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെറ്റ് പേപ്പേഴ്സ് തന്നെയുണ്ട്. അത് നമുക്ക് വരും വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. ഇനി ഡെറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിക്കേണ്ട വേറെ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ബാലൻസ് ഫണ്ടുകൾ. ഇതിൽ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ രണ്ടോ അതിലധികം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസറ്റ് ക്ലാസ്സുകൾ ഒരു ഫണ്ടിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇക്വിറ്റി ആവാം, ഡെറ്റ് ആവാം, ഇത് തമ്മിലുള്ള കോമ്പിനേഷനിലായിരിക്കും നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ചില ഫണ്ടിൽ ഇക്വിറ്റി കൂടുതലും ഡെറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ ഡെറ്റ് കൂടുതലും ഇക്വിറ്റി കുറവും, അങ്ങനത്തെ കോമ്പിനേഷനായിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്. ഇക്വിറ്റിയിലും ഡെറ്റിലും ഗോൾഡിലും ഇനി ഇൻ്റർനാഷണൽ ഫണ്ടുകളിലും കൂടെ മിക്സ് ചെയ്തിട്ട് നിക്ഷേപിക്കുന്ന ഫണ്ടുകളും ഹൈബ്രിഡ് ഫണ്ടുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് പാസീവ് ഫണ്ടുകളെന്ന് നമുക്ക് പറയാറുണ്ട്. പാസീവ് ഫണ്ടുകൾ എന്ന് വെച്ചാൽ ഇൻഡെക്സ് ഫണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ. ഇനി ഇൻ്റർനാഷണൽ ഫണ്ടുകളുണ്ട്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ. ഇന്ത്യയിലേക്ക് പകരം ഫണ്ട് വാങ്ങിയിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളുണ്ട്. ഇനി അതല്ലെങ്കിൽ ഓരോ കമ്പനികളിൽ നിക്ഷേപിക്കാതെ, അല്ലെങ്കിൽ ഒരു ഡെറ്റ് പേപ്പറിൽ നിക്ഷേപിക്കാതെ ഇതേമാതിരി തന്നെ ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ പിക്ക് ചെയ്തിട്ട് നിക്ഷേപിക്കുന്ന ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഒത്തിരി വെറൈറ്റി നമുക്ക് ഈ പറഞ്ഞ 5 കാറ്റഗറി പറഞ്ഞതിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫണ്ട് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിക്ഷേപിക്കാനായിട്ട്. ആദ്യം തന്നെ നമ്മൾക്കൊരു ധാരണ ഉണ്ടാവണം. നമ്മൾ ഈ നിക്ഷേപിക്കുന്ന പൈസ എന്തിനു വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത്, എത്ര കാലം നിക്ഷേപിക്കാൻ പോകണം, എനിക്ക് എത്രമാത്രം റിസ്ക്
എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം ഫണ്ടുകൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഫണ്ടിനാണ് കൂടുതൽ റിസ്ക്കും റിട്ടേണും കിട്ടാൻ ചാൻസ്, ഏത് ഫണ്ടിനാണ് ഒരു മീഡിയം റിസ്ക്കും റിട്ടേൺ ഒരു മീഡിയത്തിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ഏതിനാണ് കുറഞ്ഞ റിസ്ക്കും കുറഞ്ഞ റിട്ടേണും എന്നുള്ള രീതിയിൽ. കുറഞ്ഞ റിട്ടേൺ ആർക്കും താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ റിസ്ക് എത്ര എടുക്കുന്നതനുസരിച്ചാണ് റിട്ടേണിൻ്റെ ഒരു റിവാർഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണ ഒരു എക്സ്പീരിയൻസ് നമുക്കെപ്പോഴും നല്ലതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഈ ടീ ടോക്സിൻ്റെ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.